സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫ്രമും ടൂവിനെ പറ്റിയാണ്. ഞാനിവിടെ പിക്ചോറിലായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന്, ആരാണ് തരുന്നത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയണം, ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് എന്നുള്ളതിന് നമുക്ക് ഫ്രം ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു സാധനം നമുക്ക് കൊടുക്കണം, ഒരാൾക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ പറയണം ഇന്നയാൾ തന്നതാണ്. അപ്പോൾ ഫ്രം അവിടെയും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സമയത്തിന് നമ്മൾ ഇന്ന സമയം തൊട്ട് എന്നുള്ളതിന് നമുക്ക് ഫ്രം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ടു വളരെ സിമ്പിളാണ്. ടൂവും എങ്ങോട്ട് എന്നുള്ളത് ആണ് ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എത്ര സമയം വരെ. മറ്റൊന്ന്, നമ്മളൊരാൾക്ക് ഒരു സാധനം കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് ടു എന്ന് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. നമ്മൾ ചില ഉദാഹരണങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് വളരെയധികം വ്യക്തമാകും. ഇപ്പോഴും നോക്കിയേ, വി ലീവ്ഡ് ഇൻ ഇംഗ്ലണ്ട്. ഞങ്ങൾ ഇംഗ്ലണ്ടിൽ താമസിച്ചു. എപ്പോൾ മുതൽ? ഫ്രം 1998 മുതൽ. അപ്പോൾ ഞാൻ പറഞ്ഞ മുതൽ എന്ന് നമുക്ക് ഉപയോഗിക്കാം. ടു 2000, അതായത് 2000 വരെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഫ്രമിൻ്റെ ടുവിൻ്റെ തുടക്കം എപ്പോൾ വരെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരു ഉദാഹരണം, ഐ വർക്ക് ഫ്രം മൺഡേ ടു സാറ്റർഡേ. അപ്പോൾ തുടക്കം എപ്പോഴാണ്? മൺഡേ. എപ്പോൾ വരെ? സാറ്റർഡേ. അതാണ് ഞാൻ പറഞ്ഞത്. ഫ്രം എന്ന് പറഞ്ഞാൽ തുടക്കം എന്നും ടു എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്ന എപ്പോഴാണെന്നുള്ളതും നമുക്ക് പറയാൻ ഉദ്ദേശിക്കും. ഫ്രം മൺഡേ ടു സാറ്റർഡേ. മറ്റുദാഹരണം നോക്കാം. ട്രീസ ഈസ് ഗോയിങ് ടു ഡൽഹി നെക്സ്റ്റ് വീക്ക്. ട്രീസ ഡൽഹിക്ക് പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഉദാഹരണം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം വ്യക്തമാകും. അതുപോലെ തന്നെ ഐ എം ഫ്രം ലണ്ടൻ. ഞാൻ ലണ്ടനിൽ നിന്നാണ് വരുന്നത്. എവിടെ നിന്നാണ് എന്നുള്ളതിൽ ഐ എം ഫ്രം ലണ്ടൻ. സോ ആ കേസിൽ നമ്മൾ ഫ്രം എന്നാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഞാൻ ലണ്ടനിൽ നിന്നാണ്, ഞാൻ US പോവുകയാണ്. ഐ ആം ഫ്രം ലണ്ടൻ ഗോയിങ് ടു US എന്ന് നമുക്ക് പറയാൻ പറ്റും. മറ്റൊതാണ്, ദിസ് ഗിഫ്റ്റ് ഈസ് ഫ്രം ട്രീസ. ഇത് ട്രീസ തന്ന ഗിഫ്റ്റാണ്. ഫ്രം ട്രീസ ടു തോമസ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തോമസിന് ട്രീസ തന്ന ഗിഫ്റ്റാണ്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഫ്രം ടു ഇവിടെ. ഇപ്പോഴും നിങ്ങൾ ഇവിടുത്തെ ഈ ജസ്റ്റ് ആ ഇൻഡിക്കേഷൻസ് ഞാൻ പിക്ചറിലായിട്ടൊന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും എവിടെ നിന്ന്. ഇവിടെ ഒരു വ്യക്തിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആർക്ക് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുക. പിന്നെ ഏത് സ്ഥലത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് എവിടം വരെയാണെന്നുള്ളത് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് കേൾക്കുക, കൂടുതൽ തവണ കേൾക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലസ് യു.